ഹായ് നമസ്കാരം. ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച് ബജ്രംഗദൾ പ്രവർത്തകർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അക്രമം നടത്തിയത്. ഓഫീസിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളും ബജ്രംഗദൾ പ്രവർത്തകർ നശിപ്പിച്ചു. രാഹുലിന്റെ പോസ്റ്ററുകൾ കറുത്ത മഷി ഉപയോഗിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ വീഡിയോ ബജ്രംഗദൾ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS എന്നിവരാണെന്ന് ഗുജറാത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും ഗുജറാത്ത് നിയമസഭാ കോൺഗ്രസ് നേതാവുമായ അമിത് ചാവ്ദ ട്വീറ്റ് ചെയ്തു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും തുറന്നുകാട്ടുന്ന പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ നടത്തിയത്. വിദ്വേഷവും അക്രമവും നടത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രിയും BJPയും യഥാർത്ഥ ഹിന്ദുക്കളല്ലെന്നും രാഹുൽ തുറന്നടിച്ചു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത്. അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണെന്നും ഹിന്ദുവിന്റെ പേരിൽ രാജ്യത്ത് അക്രമം നടക്കുന്നു, ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുകയാണ്, പരമശിവന്റെ ചിത്രം ഉയർത്തിയായിരുന്നു പ്രസംഗം. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യുകയും ഭരണപക്ഷം പ്രസംഗം പലതവണ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അയോധ്യയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന് മോദി സർവേ നടത്തിയെന്നും മത്സരിക്കരുതെന്ന് സർവേക്കാർ ഉപദേശം നൽകി. അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണ്. അയോധ്യ BJPക്ക് കൃത്യമായ സന്ദേശം നൽകി. ആ സന്ദേശമാണ് തനിക്ക് അരികിൽ ഇന്നിരിക്കുന്നതെന്ന് SP-യുടെ അവധേഷ് പ്രസാദിന്റെ ചൂണ്ടിക്കാട്ടി രാഹുൽ പറഞ്ഞു. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു. നിങ്ങൾ ഹിന്ദുവല്ല. BJP വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നത്. BJP ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നല്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു.